ഇന്നൊരു തനിനാടൻ അടദോശ ഉണ്ടാക്കിയാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ഇഡ്ഡലിയും ദോശയും പുട്ടും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി വിഭവം. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഒരു ബൗള് അരിപ്പൊടി. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ചുമന്നുള്ളി, ഷാലറ്റ് അതെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് രുചിയേറുന്ന ഈ വിഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇനി ഈ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമുക്കതിൽ നിന്ന് ആവശ്യത്തിന് അരിപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഉള്ളി നന്നായിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ആവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുള്ളൂ, അത് ഞാൻ ഇടാൻ പോവാണ്. കരിവേപ്പില നമ്മൾ അരിയണ്ട, കരിവേപ്പില അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തു. ചെറിയ ചൂടുവെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഒരു തവി മാവെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. മറിച്ചിടാം. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. മേൽപ്പം എണ്ണ പുരട്ടി കൊടുക്കാം. ഒന്നുകൂടെ മൊരിഞ്ഞ് കിട്ടാനാണ്. ഒരു തവി മാവെടുക്കാം. ചെറിയ ദോശകളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരൽപ്പം എണ്ണ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റ് മാറ്റത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള അടദോശ റെഡി ആയിട്ടുണ്ട്. ഈസി ടു മേക്കാണ്. നമുക്ക് രാവിലെ അരിയുഴുന്ന മാവ് അരച്ചതൊന്നും ഇല്ല, അപ്പത്തിൻ്റെ മാവില്ല എന്നോർത്തൊന്നും ആരും വിഷമിക്കേണ്ട. നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഡിഫറൻറ്റ് ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ കഴിച്ച് മടുക്കുന്ന ടേസ്റ്റ് അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ചേരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ്. ഇറ്റ് ഈസ് റെഡി ടു സെർവ്.
അപ്പം എല്ലാവരും ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഹൈപ്പ് ഓപ്ഷനും ഒന്ന് ചെയ്ത് നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു ഈസി ടു മേക്ക് വിഭവവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.